ഗബ്രി, പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് കളിക്കണം. ഇപ്പോൾ വോട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നീ അവസാനത്തിലാടാ നിൽക്കുന്നത്. ഇനിയും സമയമുണ്ട്. തിരിച്ചു വരുമോ ഉറപ്പിക്കാൻ കഴിയില്ല. ശ്രമിച്ചു നോക്ക്. സോഷ്യൽ മീഡിയയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകളുടെ കണക്ക് പ്രകാരം ഗബ്രിയും നോറയുമാണ് ഇപ്പോൾ അവസാന സ്ഥാനത്ത്. ബിഗ് ബോസിൽ അവസാന സ്ഥാനത്ത് നോമിനേഷൻ വോട്ടിൻ്റെ എണ്ണത്തിൽ വളരെ കുറവിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനക്കാർ ഗബ്രിയും നോറയുമാണ്. 8ാം സ്ഥാനവും 9ാം സ്ഥാനവുമാണ് ഈ രണ്ടുപേർക്കും നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇനി വരും സമയത്തെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നില മാറി മറിയുകയോ മാറാതിരിക്കുകയോ ചെയ്യാം. അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും അറ്റ് പ്രസൻറ്റ് അവരുടെ നില കഷ്ടത്തിലാണ്. ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ എത്ര പേരെ ബിഗ് ബോസ് ഒഴിവാക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമിനേഷനിൽ ഗബ്രിയും ജാസ്മിനും ഉണ്ട്. ജാസ്മിൻ ഒരുവിധം എല്ലാ നോമിനേഷനും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. എന്നാൽ ഗബ്രി ചിലപ്പോഴേ നോമിനേഷനിൽ എത്തിപ്പെടാറുള്ളൂ. ഇത്തവണ രണ്ടുപേരും ഒരുമിച്ചെത്തി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ നോമിനേഷനുണ്ട്. പക്ഷേ ജാസ്മിന് വോട്ടിൻ്റെ കണക്ക് പ്രകാരം 3ാം സ്ഥാനത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജാസ്മിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളുടെ പിൻബലം പുറത്തുനിന്നുണ്ട്. നല്ല രീതിയിൽ അത് വോട്ടുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഗബ്രി അതിൽ നിന്നും വളരെയധികം ദൂരെ പോയി 8ാം സ്ഥാനത്താണ് കിടക്കുന്നത്. നമുക്കറിയാം, എല്ലാ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും ചർച്ചയായിട്ടുള്ള ജാസ്മിൻ ഗബ്രി ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണോ എന്ന രീതിയിലുള്ള കളികൾ കളിക്കുന്നു എന്നുള്ള ഒരുപാട് സംശയം വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്താക്കപ്പെടണമെന്ന് കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിലനിൽക്കണമെന്ന് ഒരുപാട് പേർ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നപ്പോൾ ഒരാൾക്ക് വളരെയധികം വോട്ട് കിട്ടുകയും ഒരാൾക്ക് തീരെ വോട്ട് കുറഞ്ഞ് 8ാം സ്ഥാനത്തെത്തുകയും ചെയ്യുമ്പോൾ അതൊരു അത്ഭുതം പോലെ തോന്നുന്നു. കാരണം രണ്ടുപേരെയും താല്പര്യമില്ല വെച്ചെങ്കിൽ രണ്ടുപേർക്ക് വോട്ട് കുറയണമെന്നുകിൽ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടുപേർക്കും നല്ല സ്ഥാനം, 3ാം സ്ഥാനമാണെങ്കിൽ 3ാം സ്ഥാനമോ 4ാം സ്ഥാനമോ അല്ലെങ്കിൽ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമൊക്കെ കിട്ടി അങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് മാറി ഒരാൾ തീരെ പുറകിലും ഒരാൾ വളരെ മുമ്പിലും, അത് എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ ജനങ്ങൾക്ക്, കുറേ ആളുകൾക്ക് ജാസ്മിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ആ വോട്ടിൻ്റെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയും നടന്ന എലിമിനേഷനിൽ ജാസ്മിന് വളരെയധികം വോട്ടുകൾ ഉണ്ടായിരുന്നു. അവർ സേവ് ആവുകയും ചെയ്തു. ഇത്തവണയും അവർ 3ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സപ്പോർട്ടേഴ്സ് പുറത്തുനിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് കരുതാൻ.